എന്റെ അനിയൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അവൻ ഈ നെഞ്ചരിച്ചിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 6 മാസമായിട്ട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിക്കുന്നതാ. ഇപ്പൊ എന്നിട്ട് ഒരു മാറ്റമില്ല കേട്ടോ അതിന്. ഇപ്പം എത്ര നാളായി ഈ ജോലി ചെയ്യുന്നു? ഇതില് 1 വർഷത്തിൽ കൂടുതലായി. ഫുഡൊക്കെ എങ്ങനെ മാക്സിമം എപ്പോഴും വീട്ടിൽ നിന്നും കഴിക്കും, പുറത്തുനിന്നും കഴിക്കാറുണ്ട്. ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു? കഴിക്കാറുണ്ട് വേണം. ഈ സിംറ്റംസ് എല്ലാം കേട്ടിട്ട് ഇത് കൂടുതലും ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനാണ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നനാളവും വയറുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെ ഒരു ട്യൂബ് ഉണ്ട്, അതായത് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. അത് ലൂസ് ആകുമ്പോൾ നമ്മുടെ വയറിലുള്ള ആസിഡ് കണ്ടന്റ് എല്ലാം ഈ അന്നനാളം വഴി വായിലോട്ട് പുളിച്ച് തകട്ടി വരും. അപ്പോഴാണ് നമ്മൾ അവരെ പുളിച്ച് തകട്ടുക. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് കൃത്യസമയത്തിനുള്ള ഭക്ഷണം, പിന്നെ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഒരു 3 മണിക്കൂർ കിടക്കും മുന്നേ തന്നെ കഴിക്കണം. പിന്നെ മസാല, സ്പൈസി അല്ലെങ്കിൽ കൂടുതൽ എരിവ്, പുളിയൊക്കെ ഉള്ള ഫുഡ് നമ്മൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, മദ്യപാനം ഒഴിവാക്കുക. പിന്നെ അതും അല്ലാണ്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ നമ്മുടെ വയറിൽ ആസിഡ് സർക്കുലേഷൻ കൂടും. ഇപ്പം ബ്രദറിന്റെ ജോബും ഇങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിത്ത് മെഡിസിൻ നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈലും കൂടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും.